ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിനോട് സത്യം ചെയ്യാനായി പറയുന്നു. അവസാനം സത്യഭാമയുടെ ഭീഷണിക്ക് മുന്നിൽ വിഷ്ണുവിന് വഴങ്ങേണ്ടി വരുന്നു. സത്യഭാമ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടതുപോലെ ആ കർപ്പൂരത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് വിഷ്ണു സത്യം ചെയ്തു. സത്യാമ്മ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ വിഷ്ണുവിനോടായി ഒരു കാര്യം കൂടി പറയുന്നു. വിഷ്ണു, ഒന്നുകൂടി നീ ഇപ്പോൾ സത്യം ചെയ്ത് ദൈവത്തിന് മീതെ മാത്രമല്ല ശാലിനിക്ക് നേരെയാണ്. ആ സത്യം നീ ലംഘിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒരിക്കൽ കൂടി സത്യഭാമ ഭയപ്പെടുത്തി. ആ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാനാകാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ ചുറ്റും നിന്നവർക്കൊന്നും യാതൊന്നും പറഞ്ഞ് എതിർക്കാൻ പോലും കഴിയാതെ സത്യഭാമയുടെ ആ ഒരു ആജ്ഞയെ ഏതെങ്കിലും വിധേന മറികടക്കാനാകാതെ എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ വിഷ്ണുവിനെ യഥാർത്ഥത്തിൽ ഇരു കൈകളും കൂട്ടിക്കെട്ടിയ അവസ്ഥയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു. അങ്ങനെ സത്യാമ്മ അവിടെ നിന്ന് പോകുമ്പോ സുസ്മിത തന്റെ ആഗ്രഹം നേടിയെടുത്തതിന്റെ അഹങ്കാരത്തിൽ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ശാലിനി ആ വാക്കുകൾ കേട്ട് ആകെ തളർന്ന് അവശയായി അങ്ങനെ ശാലിനി ആ പടിവാതിക്കൽ നിൽക്കുന്നു. തളർന്നു വീഴാനായി ഒരുങ്ങുന്ന ആ ശാലിനി തന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തന്റെ പ്രിയപ്പെട്ട തന്റെ പ്രാണന്റെ പകുതിയായ തന്റെ മക്കളിൽ ഒരാളെയാണ് തന്റെ അനുജത്തിയായ ശ്യാമയ്ക്ക് നൽകിയിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ കുഞ്ഞിനെ നൽകുമ്പോ ഇനി തന്റെ കുഞ്ഞുമായി ആ വീട്ടിലേക്ക് വന്നു കയറുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന പ്രതീക്ഷയോടെ എത്തിയ ശാലിനിക്ക് അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ മാത്രമാണ് സാധിച്ചത്. അവസാനം ശാലിനി ആ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും, സത്യാമ്മയെയും വിഷ്ണുവിനെയും രാഘവൻ നായരെയും ഒക്കെ ഒരിക്കൽ കൂടി ഒരു നോക്ക് കാണാനായി ശാലിനി തന്റെ മനസ്സുകൊണ്ട് ശാലിനി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ശാലിനിയുടെ മനസ്സ് അവർക്കരികിലേക്കായി ചെല്ലുന്നു. ഹാളിൽ നിരന്നു നിൽക്കുന്ന സത്യാമ്മ അവിടെ ആ സെറ്റിയിൽ ഇരിക്കുകയും രാഘവൻ നായർ ആ വീൽ ചെയറിൽ ഇരിക്കുകയും മറ്റെല്ലാവരും ഒരു വാക്ക് പോലും പറയാനാകാതെ സ്തംഭിച്ചങ്ങനെ നിൽക്കുന്ന നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ആ നിമിഷത്തിൽ ശാലിനി മനസ്സുകൊണ്ട് തന്റെ കുഞ്ഞുമായി അവർക്കരികിലേക്ക് ചെല്ലുകയാണ്. വിഷ്ണുവിന്റെ അരികിൽ ചെന്ന് വളരെ വേദനയോടെ വിഷ്ണുവിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണിമ പോലും ചിമ്മാൻ പോലും കഴിയാതെ ഒരു പ്രതിമയായി നിൽക്കുന്ന അവരുടെ എല്ലാവരുടെയും അരികിൽ ശാലിനിയുടെ മനസ്സ് എത്തി. ശാലിനി രാഘവൻ നായരുടെ അരികിലെത്തി ആ കാലിൽ തൊട്ട് ശാലിനി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന്റെ രാഘവൻ നായർ അനുഗ്രഹം കിട്ടുവാനായി ആ കാലിൽ തൊട്ട് കുഞ്ഞിന്റെ ദേഹത്ത് തലയിലായി വെക്കുന്നു. അതിനുശേഷം ശാലിനി ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. പിന്നീട് നേരെ സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു. ശാലിനി താൻ ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോഴുള്ള രാഘവൻ നായർ തനിക്കായി ചെയ്തു തന്ന നന്മകൾ, രാഘവൻ നായരുടെ അരികിൽ നിന്ന് അച്ഛനെ ആദ്യമായി പരിചരിച്ചതും അതിനുശേഷം പ്രീതിക്ക് വേണ്ടി തന്നെയും പ്രീതിയെയും റൂമിൽ അടച്ചിട്ടിട്ട് സത്യാമ്മ പോയ നിമിഷം, അന്ന് പ്രീതിയുടെ ജീവിതം തകർന്നു പോകാതിരിക്കാനായി ആ വയ്യാത്ത മനുഷ്യൻ അന്ന് ആ പടിക്കെട്ടുകൾ ഒരു വിധത്തിൽ വലിഞ്ഞു കയറി ഇഴഞ്ഞു കയറി വന്ന് തങ്ങളെ ആ റൂമിൽ നിന്ന് രക്ഷിച്ചത്. അതുപോലെ ഓരോ നിർണായക സന്ദർഭത്തിലും ഒരച്ഛന്റെ കരുതലും സ്നേഹവും വാത്സല്യവും തന്ന് തന്നെ ചേർത്ത് പിടിച്ച് അച്ഛന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നേരെ സത്യാമ്മയ്ക്ക് അരികിലേക്ക് ശാലിനി ചേരുന്നു. സത്യാമ്മ വളരെ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ചത് താൻ ഒരു അമ്മയാകാൻ പോകുന്നു, സത്യാമ്മയ്ക്ക് ഒരു പേരക്കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷത്തിൽ ശാലിനിയെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഉമ്മ വെച്ച് കൊടുത്തതും, അതുപോലെ തന്നെ ശാലിനിയെ വളരെ സ്നേഹത്തോടെ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പരിചരിച്ചതും, ശാലിനി സന്തോഷത്തോടെ അവിടെ എല്ലാവർക്കും ഒപ്പം വളരെ സ്നേഹത്തോടെ നിന്നതും, അതുപോലെ തന്നെ ശാലിനി തന്റെ കുഞ്ഞിനു വേണ്ടി തനിക്ക് വേണ്ടിയും വളരെ സന്തോഷമായി സംസാരിച്ച് അതോടൊപ്പം ശാലിനി തന്റെ അരികിലേക്ക് എത്തി അന്ന് പ്രീതിക്ക് കുഞ്ഞ് ജനിച്ച സന്ദർഭത്തിൽ ആ പ്രീതിയുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹപൂർവം അന്ന് ആ പ്രീതിക്കും കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയതിന് ശാലിനിക്ക് അന്ന് നൽകിയ ആ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമുള്ള ആ ചേർത്ത് പിടിക്കൽ, സത്യാമ്മ അന്ന് ശാലിനിയെ ചേർത്ത് പിടിച്ച ഈ കുടുംബത്തിന്റെ വിളക്കാണ്, ഐശ്വര്യമാണ് ശാലിനി എന്ന് പറഞ്ഞ നിമിഷങ്ങൾ അതെല്ലാം ശാലിനി ഓർമ്മിക്കുന്നു. അതിനുശേഷം അവിടെ നിൽക്കുന്ന അർജുന്റെയും രോഹിത്തിന്റെയും ഒക്കെ മുന്നിലേക്ക് വന്ന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി വിട പറയുകയാണ്. പിന്നീട് തന്റെ സഹോദരിയായ ശ്യാമയ്ക്കരികിലേക്ക് ചെന്നു. ശ്യാമയുടെ കയ്യിലിരിക്കുന്ന തന്റെ കുഞ്ഞിനെ തന്റെ തന്റെ കയ്യിലേക്ക് ആദ്യമായി ദൈവം വെച്ച് തന്ന ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു ഉമ്മ കൊടുത്ത് സ്നേഹത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ ശാലിനി വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. വിഷ്ണുവിനെ, അവർക്ക് ജനിച്ച ആ കുഞ്ഞിനെ ശാലിനി ഒന്ന് കാണിക്കുന്നു. വിഷ്ണു ഒന്ന് നോക്കാൻ പോലും ആകാതെ അങ്ങനെ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിയുടെ മനസ്സ് ആ വീടിനോട് യാത്ര പറഞ്ഞ് നേരെ ശാലിനി നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ശാലിനിയുടെ ആ മനസ്സ് വന്നെത്തി. പിന്നീട് ശാലിനി യാത്ര പറഞ്ഞ് വിഷ്ണുവേട്ട ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ വിഷ്ണുവിന്റെ മനസ്സ് ആ പടിവാതിക്കൽ വന്ന ശാലിനിയെ നോക്കുകയാണ്.
വിഷ്ണുവേട്ട, ഞാൻ പോകുക. മറ്റെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പോകുന്നു വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമ്പോ ആ വാതിൽക്കൽ ശാലിനിയെ നോക്കി വേദനയോടെ നിന്നത് വിഷ്ണുവിന്റെ മനസ്സാണെന്ന് മനസ്സിലാക്കിയ ശാലിനി അവിടുന്ന് സങ്കടത്തോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോ അവിടെ നിലത്ത് വിഷ്ണുവിന്റെ മാല കിടക്കുന്നത് ശാലിനി കാണുന്നു. വിഷ്ണുവിന്റെ കഴുത്തിൽ എന്നും വിഷ്ണുവിന്റെ പ്രാണനായി, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ആ നെഞ്ചിലേക്ക് ഒട്ടിപ്പിടിച്ച് കിടന്നിരുന്ന, വിഷ്ണുവിന്റെ ആ ചങ്കത്തെ ചൂട് പറ്റി കിടന്നിരുന്ന ആ മാല, അത് ശാലിനി ആ നിലത്ത് കിടന്ന് കണ്ടു. ആ മാല പതുക്കെ ശാലിനി കയ്യിലേക്ക് എടുത്തു. വിഷ്ണുവേട്ട, വിഷ്ണുവേട്ടന്റെ ഓർമ്മയ്ക്ക് ഇതെങ്കിലും ഞാൻ കൊണ്ടുപോവുകയാണ്, ഇതെങ്കിലും ഞാൻ എടുക്കുകയാണ് വിഷ്ണുവേട്ട എന്ന് വിഷ്ണുവിനോട് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് വിഷ്ണുവിനോട് അനുവാദം വാങ്ങിച്ച് ആ മാല എടുത്തുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് താൻ കൊണ്ടുപോവുകയാണ്, വിഷ്ണുവേട്ടന് വേണ്ടി ഞാനിത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ആ മാല ചേർത്ത് പിടിക്കുകയാണ്. ഇതെങ്കിലും ഞാൻ എടുത്തോട്ടെ വിഷ്ണുവേട്ട പ്ലീസ് എന്ന് ചോദിക്കുമ്പോ വാതിൽക്കൽ വീണ്ടും വിഷ്ണു വന്ന് വളരെ വേദനയോടെ ശാലിനിയെ നോക്കുന്നതായി ശാലിനിക്ക് തോന്നുന്നു. അതും തന്റെ വെറും ഒരു തോന്നലായിരുന്നുവെന്നും വിഷ്ണുവേട്ടന്റെ മനസ്സ് തന്റെ ഒപ്പമുള്ളത് കൊണ്ട് തനിക്ക് ഇങ്ങനെ തോന്നുന്നതാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ശാലിനി യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ശാലിനി യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി ഗേറ്റ് കടക്കുന്ന സമയത്ത് വിഷ്ണു വാതിക്കലേക്ക് എത്തി. ശാലിനി വിഷ്ണുവിന്റെ കണ്ണിൻ മുന്നിൽ നിന്ന് മറഞ്ഞ സമയത്ത് വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്റെ വണ്ടിക്കരികിലേക്ക് ചെന്ന് വേദനയോടെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ നിലത്ത് ഒരു കൊലുസ് കിടക്കുന്നത് വിഷ്ണു കണ്ടത്. ആ കൊലുസ് വിഷ്ണുവിന്റെ കണ്ണിൽ പെട്ടതും വിഷ്ണു വേഗം ചെന്ന് ആ കൊലുസ് കയ്യിലെടുത്തു. ആ കൊലുസിൽ നോക്കിയതും അത് തന്റെ ശാലിനിയുടെ, തന്റെ പ്രിയപ്പെട്ടവളുടെ കൊലുസാണെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു. ആ കൊലുസ് നോക്കിയ ഉടനെ താൻ അന്ന് ശാലിനിയുടെ കാലിൽ ആ കൊലുസുകൾ കിടന്നത് താൻ കണ്ടിട്ടുള്ളതാണെന്ന് വിഷ്ണു ഓർമ്മിച്ചതും അത് തന്റെ ശാലിനിയുടെ കൊലുസ് തന്നെയാണെന്നും വിഷ്ണു തിരിച്ചറിഞ്ഞതോടെ ശാലിനി, താൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് വിഷ്ണു ചോദിച്ചു. അതിനുശേഷം ശാലിനി വാതിക്കൽ എവിടെയോ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് വേഗം വിഷ്ണു ആ ഗേറ്റിന് അരികിലേക്ക് ഓടുന്നു. ആ നിമിഷം ഗേറ്റിങ്കിൽ എത്തുമ്പോൾ ഒരു ഓട്ടോ അവിടെ നിന്ന് പോകുന്നത് വിഷ്ണു കാണാനിടയായി. ആ ഓട്ടോയ്ക്കുള്ളിൽ കയറിയിരുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ് ശാലിനി. വിഷ്ണു ആ വാതിൽക്കൽ നിന്ന് ശാലിനി ശാലിനി എന്ന് ഉറക്കെ വിളിച്ചിട്ടും ഓട്ടോ വിഷ്ണുവിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുന്നത് വരെ വിഷ്ണു വേദനയോടെ ആ വാതിൽക്കൽ നോക്കി നിൽക്കുന്നു. അങ്ങനെ സങ്കടത്തോടെ വിഷ്ണു അവിടെ നിൽക്കുമ്പോ ശാലിനി തന്റെ മുന്നിൽ വന്നിട്ട് പോലും, ആ വീട്ടിൽ വന്നിട്ട് പോലും ഒന്ന് തന്നെ കാണാതെ പോകാനുള്ള കാരണം എന്താണെന്ന് അപ്പോഴാണ് വിഷ്ണു തിരിച്ചറിഞ്ഞത്. സത്യാമ്മ തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത് ശാലിനി കേട്ടിട്ടുണ്ടെന്ന് വിഷ്ണു തിരിച്ചറിയുന്നു. ആ ഓർമ്മ വിഷ്ണുവിനെ ആകെ തളർത്തുന്നു. വേദനയോടെ ആ ഗേറ്റിന്റെ മുന്നിൽ മുട്ടുകുത്തി വിഷ്ണു അവിടെ ഇരിക്കുകയും ഉടനെ വിഷ്ണു പറഞ്ഞു, ശാലിനി, താൻ ഇവിടെ വന്നിട്ട് എന്നോടൊന്നും മിണ്ടാതെ പോയത് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയാം ശാലിനി. താൻ താൻ അങ്ങനെ പോയത് എന്തുകൊണ്ടാണെന്ന്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എരിഞ്ഞു തീരാനുള്ള ജന്മമാണല്ലോടോ തൻ്റേത്. താനില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാനാകൂടോ? താനില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ ഇല്ലാതായി പോകും ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു ആ കൊലുസ് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു. ശാലിനി ആ നിമിഷം വിഷ്ണുവിന്റെ മാലയും ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ ഓട്ടോയിൽ യാത്ര തുടർന്നു. വിഷ്ണു പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ശാലിനി, താനില്ലാതെ എനിക്ക് പറ്റില്ലടോ എന്ന് പറഞ്ഞ് വിഷ്ണു ആ നിലത്ത് ഇരുന്ന് സങ്കടപ്പെടുമ്പോ ശാലിനിയും വിഷ്ണുവും അവരുടെ പരസ്പര സ്നേഹവും അത്രത്തോളം ആഴത്തിൽ പരസ്പരം തിരിച്ചറിഞ്ഞ അവരുടെ മനസ്സുകൾക്കിടയിൽ ഉണ്ടായിരുന്ന, അവർ പോലും അറിയാതെ അവർക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അവരുടെ മനസ്സുകളുടെ അടുപ്പവും ഒക്കെ അവരെ വല്ലാതെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അവസാനം ശാലിനി തിരികെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറിയെത്തുന്നു. കുഞ്ഞിനെ വീട്ടിൽ കിടത്തിയതിനു ശേഷം ശാലിനി ഹോട്ടലിനകത്തേക്ക് കയറി വളരെ വേദനയോടെ സങ്കടങ്ങളൊക്കെ അയവിറക്കാനായി തന്റെ വിഷ്ണുവേട്ടനെ അവസാനമായി കണ്ട ദിവസത്തെക്കുറിച്ച് ഓർത്ത് ശാലിനി ആ ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് അവിടെ അന്ന് ശാലിനി നിലത്ത് വീണപ്പോ വിഷ്ണു തന്റെ അരികിലേക്ക് വന്ന ദിവസം അന്ന് വിഷ്ണുവേട്ടൻ തന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ലെറ്റർ അവിടെ വീണ് കിടക്കുന്നത് ശാലിനി കണ്ടത്. ശാലിനി ആ ലെറ്റർ കയ്യിലേക്ക് എടുത്തു. അത് തുറന്നു നോക്കുമ്പോ പെട്ടെന്ന് ശാലിനി ഓർമ്മിച്ചു അന്ന് വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ. എടോ, തനിക്കിപ്പോ കിട്ടാൻ പോകുന്നത് എത്രയോ പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. തന്റെ ഇത്രയും നാളത്തെ കഠിനാധ്വാനത്തിന് ഫലം കാണാൻ പോകുന്നു. എല്ലാവരുടെയും സ്വപ്നം സഫലമാകാൻ പോകുന്നു. ചിലപ്പോ അമ്മയ്ക്കും എല്ലാവർക്കും താനൊരു കളക്ടറായി വരുന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് വിഷ്ണു ശാലിനിയോട് വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും പറഞ്ഞ കാര്യം ശാലിനി ഓർമ്മിച്ചു. ആ ലെറ്റർ ഉടനെ ശാലിനി തന്റെ കയ്യിൽ മുറുകെ പിടിക്കണം. പിന്നീട് സത്യാമ്മയുടെ വീട്ടിൽ
റൂമിലിരിക്കുന്ന രാഘവൻ നായർ ആകെ വേദനയോടെ തന്റെ മകനെ കൊണ്ട് സത്യഭാമ അന്ന് ആ കർപ്പൂര നാളത്തിന് മേൽ കൈവച്ച് സത്യം ചെയ്യിച്ച കാര്യം രാഘവൻ നായർ ഓർമ്മിച്ചു. അതോർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് സത്യാമ്മ കുടിക്കാനായി വെള്ളവുമായി ജഗ്ഗിൽ വെള്ളവും എടുത്തുകൊണ്ട് അവിടേക്ക് എത്തുകയും രാഘവൻ നായർ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സത്യഭാമ വേഗം ബെഡിലേക്ക് ഇരുന്നിട്ട് തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അതിലെ വാർത്തകളൊക്കെ നോക്കുമ്പോ രാഘവൻ നായർ വിളിച്ചു, ഭാമേ. അപ്പോഴേക്കും സത്യഭാമ രാഘവൻ നായർ ഒന്ന് നോക്കി. ഭാമേ, ശാലിനി IAS ട്രെയിനിങ്ങിനായി ആയിട്ട് മസൂറിയിലേക്ക് പോയി എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ എന്താ, എപ്പോഴാ, എങ്ങനെയാ പോയെന്നൊന്നും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞതും സത്യഭാമ ചോദിച്ചു, അത് ശാരദാമ്മയോട് ചോദിച്ചാൽ അറിയാവല്ലോ, അവരവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞു, ശാരദാമ്മ അവിടെയില്ല, അവരെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല, അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. താൻ കാരണം തന്റെ മുന്നിൽ തന്റെ മകളുടെ ജീവിതം ഒരു തീനാളമായി എരിഞ്ഞമർന്ന് തീർന്നത് കണ്ട് സഹിക്കാനാകാതെ ആ അമ്മ നാട് വിട്ടെന്നാണ് എല്ലാരും പറയുന്നത്. കുടുംബശ്രീ ഹോട്ടൽ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവര് പോകുന്നതിന് മുമ്പ് അവരത് ശാന്തയെ ഏൽപ്പിച്ചു. അവരെന്തോ തീർത്ഥാടനത്തിന് പോയെന്നോ അവര് നാട് വിട്ടെന്നോ പിന്നെ ഗോപാലകൃഷ്ണൻ തീർത്ഥാടനത്തിനായി പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എവിടെയോ പോയെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പിന്നെ ആരോ പറഞ്ഞു തമിഴ്നാട്ടിൽ ഏതോ ഒരു അതിർത്തിയിൽ അവർ ചായക്കട നടത്തുന്നുണ്ടെന്ന്. അതറിഞ്ഞ് ശങ്കരൻ നായർ പോയിരുന്നോ? പക്ഷെ അവിടെ ചെന്നപ്പോ ആ സ്ത്രീ കണ്ട ഭാവം പോലും നടിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് ശങ്കരനെ പോലെ ഒരാളെ അറിയത്തുമില്ല. സംസാരവും രൂപവും ഭാവവും എല്ലാം വ്യത്യസ്തം. ശങ്കരൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ശാരദാമ്മയുടെ ഇരട്ട സഹോദരിയാണ് അതെന്നാണ് പറഞ്ഞത് പോലും എന്ന് ശങ്കരൻ നായരെ കുറിച്ച് പറഞ്ഞു. പിന്നെ ശാരികയുടെ കാര്യം, ശാരികയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ശാരികയുടെ ഭർത്താവ് കണ്ണൂർ എവിടെയോ ആണെന്നാണ് പറയുന്നത്. അങ്ങോട്ട് സ്ഥലം മാറിപ്പോയെന്നൊക്കെ പറയപ്പെടുന്നു. അവരുടെ ഫോൺ നമ്പർ പോലും ഇല്ല, അതുപോലും മാറിക്കളഞ്ഞു. പിന്നുള്ളത് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയുമാണ്. അവരാണെങ്കിൽ തക്കലയ്ക്കും പോയി. പിന്നെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശാരദാമ്മയുടെ വീട് ഇപ്പോ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ആ ശാന്ത വന്ന് ആഴ്ചയിലൊരിക്കൽ അടിച്ചു തൂത്തിടും, അത്രമാത്രം. പിന്നെ ആകെ ഉള്ളത് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് ശ്യാമ, നമ്മുടെ ശ്യാമ. അവൾ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ ഭാമനി കരുതുന്നത്? എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ആ പാവം എല്ലാം നെഞ്ചിലൊതുക്കുകയാണ്. ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം മാത്രം നോക്കി നീ വരച്ച വരയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പാവം ഇവിടെ കഴിഞ്ഞു കൂടുന്നു എന്ന് മാത്രം. അതിന്റെ മനസ്സിന്റെ വേദനയും നീറ്റലും എത്രയാന്ന് നിനക്കറിയില്ല ഭാമേ. ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് തന്റെ സ്വപ്നവും സ്വർഗവും തന്റെ പ്രിയപ്പെട്ടവരായിരുന്നവരെല്ലാവരും ആ കഥാപാത്രങ്ങളെ പോലും തന്റെ മനസ്സിലേക്കും തന്റെ ജീവിതത്തിലേക്കും ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞ് ഒന്ന് കരയാൻ പോലും ആകാതെ ആ പാവം വീർപ്പുമുട്ടുകയാണ്. ഭാമേ, നീ കാരണം ഒരു കുടുംബം, ശാരദാമ്മയുടെ കുടുംബം 19 വർഷക്കാലം തന്റെ ചിറകിനുള്ളിൽ അമ്മക്കിളി ഒളിപ്പിച്ചു വെച്ചതുപോലെ ആ മക്കളെ ചേർത്ത് പിടിച്ച ശാരദാമ്മയുടെ കുടുംബത്തെയാണ് നിന്റെ ഈ സുഗ്രീവാജ്ഞ കൊണ്ടും കടുംപിടുത്തം കൊണ്ടും തകർത്ത് കളഞ്ഞത് ഭാമേ. പലപ്പോഴും പല ജ്യോത്സ്യന്മാരും തിരുമേനിമാരും സ്വാമിമാരും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ കുടുംബം എത്രയോ പേരുടെ ശാപത്തിന്റെയും കണ്ണീരിന്റെയും മേലെയാ നിൽക്കുന്നതെന്ന്. ഈ കുടുംബത്തിന് നേരെ അത്രത്തോളം ശാപങ്ങൾ ഇതിനോടകം ഉണ്ട് എന്ന്. അതിനെയൊക്കെ തുടച്ചു നീക്കുകയും ആ ശാപത്തിൽ നിന്നൊക്കെ പലപ്പോഴും ഈ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്തിരുന്നത് ആരാണെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക് ഭാമേ. ഒരു കാര്യം ഭാമേ നീ മറന്നു പോകരുത്, ഒരു കൊടുങ്കാറ്റിനെ തീനാളം എങ്ങനെയാണ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ തീനാളത്തെ ഒരു കൊടുങ്കാറ്റിന് എങ്ങനെ തീർക്കാൻ കഴിയും? തിരിയിൽ നിന്ന് തീനാളം വിട്ടുപോകാനാകാതെ വീണ്ടും വീണ്ടും അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ അവസാനം തിരിയിൽ നിന്ന് അടർന്നു പോകുന്ന നിമിഷത്തിൽ പെട്ടെന്നൊരു ചാടിപ്പിടുത്തമുണ്ട് ആ തിരിയിലേക്ക്. കൈവിട്ടു പോകാതെ അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തിരുനാളം ആ തീയെ വീണ്ടും ചേർത്ത് പിടിക്കുന്നത് പോലെയായിരുന്നു നമ്മുടെ ഈ കുടുംബത്തിലെ ശാലിനി. ഈ കുടുംബത്തിന്റെ തീനാളം അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ തിരിയായിരുന്നു, വിളക്കായിരുന്നു ശാലിനി എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറയുന്നു. ആ നിമിഷം പെട്ടെന്ന് അവിടുത്തെ കരണ്ട് പോയതോടെ സത്യഭാമയോട് രാഘവൻ നായർ പറഞ്ഞു, കണ്ടോ, ഈ ഇരുട്ടിലാണ് ഇപ്പോ നമ്മൾ മാത്രമല്ല ശാരദാമ്മയുടെ കുടുംബവും ഇതേ അവസ്ഥയിലാണ്, ഇരുട്ടിലാണ് അവിടെ. ഭാമേ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഒരു ഇരുട്ടിനു മാത്രം മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു ശക്തിയല്ല ശാലിനി എന്ന് പറയുന്നത്. ഉദിച്ചുയർന്ന സൂര്യപ്രഭയോടുകൂടി സൂര്യനായി ആ വെളിച്ചമായി ശാലിനി തീർച്ചയായിട്ടും മടങ്ങി എത്തും ഭാമേ, നീ നോക്കിക്കോ. അന്ന് നമുക്കെതിരെ പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പോകുന്ന പല കൊടുങ്കാറ്റുകളും ഉണ്ടാകുമ്പോൾ അവസാനം അതിൽ നിന്നൊക്കെ രക്ഷയായി ശാലിനി മാത്രമേ നമുക്ക് മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. നീ ഓർത്തോ ഭാമേ, ശാലിനിക്ക് മാത്രമേ അന്നും ഈ കുടുംബത്തെ രക്ഷിക്കാനാകൂ.
അങ്ങനെ ഒരു ദിവസം തീർച്ചയായിട്ടും വരും. രാജകീയമായ എല്ലാ പ്രൗഢിയോടും കൂടി ശാലിനി മടങ്ങിയെത്തും ഭാമേ, നീ നോക്കിയിരുന്നോ എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറയുമ്പോൾ രാഘവൻ നായരുടെ വാക്കുകളിലുള്ള തീക്ഷ്ണത മനസ്സിലാക്കിയ സത്യഭാമ ശാലിനി മടങ്ങി വരുമെന്നത് തീർച്ചയാണെങ്കിൽ പോലും ഇനിയും തന്നെ പ്രതിരോധിക്കാനും വെല്ലുവിളിക്കാനും തനിക്കെതിരെ പടവെട്ടാനുമായി ശാലിനി മുന്നിൽ വരുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ സത്യഭാമ ശാലിനിയെ താൻ ഇനിയും ശാലിനിക്ക് മുന്നിൽ താൻ തോൽക്കില്ല എന്ന അഹങ്കാരത്തോടെ രാഘവൻ നായരെ നോക്കുന്നു.